ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിജയന്റെ മരണം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. മരണത്തിനു ശേഷവും കോൺഗ്രസ് വിജയന്റെ കുടുംബത്തെ ആക്രമിക്കുകയാണ്. കോൺഗ്രസ് കൊലപാതകികളെ സംരക്ഷിക്കുന്നു. അപകടകരമായ സാഹചര്യമാണ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെച്ച് ജനത്തോട് മാപ്പ് പറയണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. നിരവധി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ചെയ്തികളുമായിട്ട് ബന്ധപ്പെട്ട് കടക്കണിയിൽപ്പെട്ട മനുഷ്യൻ KPCCക്ക് തന്നെ കത്തെഴുതിയിട്ട് ആ കത്തിൻ്റെ ഉള്ളടക്കത്തെ ഗൗനിക്കാൻ അവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ മരണത്തിലേക്ക് നയിച്ചത്. മരണത്തിന് ശേഷവും അവരെ ആക്രമിക്കുകയാണ്. ഈ നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളിതിൽ കാണുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കുടുംബത്തെ സംരക്ഷിക്കണം. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ 19 വർഷക്കാലത്തെ ജീവിതം മുഴുവൻ ഹോമിക്കപ്പെട്ട ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നമായിട്ടാണ് രാജ്യം മുഴുവൻ കാണുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കിതൊരു പ്രശ്നമായിട്ട് അവർ കാണുന്നില്ല. കാരണം കൊലപാതകികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് അവർ എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും NM വിജയന്റെ വീട്ടിൽ എത്തും. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി NM വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ചിരിക്കുന്നു. കുടുംബവുമായി എത്ര നേരം അവിടെ അദ്ദേഹം സംസാരിച്ചു? ഇന്നിപ്പോൾ VD സതീശനും അങ്ങോട്ട് എത്തുന്നുണ്ട്. എത്ര മണിയോടുകൂടിയാണ്? സ്മൃതി, അല്പം മുൻപാണ് CPM സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ ഈ NM വിജയന്റെ വീട്ടുകാരെ സന്ദർശിച്ചത്. വീട്ടിലെത്തി മകൻ ജിജീഷിനെയും ഒപ്പം കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ച് അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മരണമാണ് NM വിജയൻ്റേത് എന്നാണ്. മാത്രമല്ല ഈ KPCC അധ്യക്ഷൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തെ അടക്കി വിമർശിക്കുന്ന രീതിയിലേക്ക് പരാമർശങ്ങൾ ഈ MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ KPCC പ്രസിഡന്റ് പറഞ്ഞത് നേരത്തെ, അതായത് അദ്ദേഹം മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അന്തവും കുന്തവും ഇല്ലാതെ മരണം അറിഞ്ഞ ഉടൻ തന്നെ ഓടിയെത്തേണ്ടത് KPCC നേതൃത്വമാണ്. പക്ഷേ അതുണ്ടായില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്നുണ്ട്. മരണത്തിന് ശേഷവും കോൺഗ്രസ് കുടുംബത്തെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല ഇതാദ്യമായല്ല ഈ വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. മാനന്തവാടിയിൽ മുൻപ് കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവായ PV ജോൺ ആത്മഹത്യ ചെയ്ത് ഇതുപോലെ തന്നെ സമാനമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തെ സംരക്ഷിക്കാതെ മരണത്തിന് ശേഷവും കുടുംബത്തെ ആക്രമിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിലൊരു പരാമർശമാണ് MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ VD സതീശനും ഈ NM വിജയൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന് മുൻപായാണ് ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ വീട്ടിലെത്തി NM വിജയൻ്റെ കുടുംബാംഗങ്ങളെ കാണുകയും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാവുകയും ചെയ്തത്. സ്മൃതി.